സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തി. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അമ്മു എന്നെ എടി ഇവളെയെന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെയും ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ. അവർ പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. അഹാൻ അയച്ചൊരു മെസ്സേജാ. തൻവി, യുവർ ഡിയർ ഗ്രാൻഡ് മദർ ഇസ് ദ ബിഗസ്റ്റ് ബിച്ച് ഓൺ എർത്ത്. ഇഫ് യു പറയാം അമ്മൂമ്മയെ കുറിച്ച് മോശമായിട്ട് പറയുന്നു, അതുകൊണ്ട് അമ്മൂമ്മ ഇങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്യാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മൂമ്മയുടെ ഞാൻ ഒന്നും പറയാതെ എണ്ണിട്ടില്ല. ഓൾ ദറ്റ് ബിച്ച് നീഡ്സ് ഇസ് മണി. ഐ വണ്ടർ. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. തൻവി സുധീർ ഘോഷിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എക്സ്പ്ലനേഷൻ എന്നുകൊണ്ടൊരു വീഡിയോ വന്നിട്ടുണ്ട്. നിങ്ങൾ എത്ര പേരത് കണ്ടു? എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ? ഈ ഫാമിലിയെ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് അവരുടെ പരാജയമാണ്. ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കണം. ഇപ്പോൾ ഇവരൊക്കെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ചില സമയത്തൊക്കെ ഒരു കാര്യമായിട്ട് പറയുന്നുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഞാൻ ഇത് ചോദിക്കുകയാണ്. ഞാൻ ഒരു ഫാമിലിയെക്കുറിച്ച് പബ്ലിക്കിൽ അവരായിട്ടൊരു ബന്ധമില്ലാത്തൊരു വ്യക്തി ഞാൻ വന്ന് ചോദിക്കുകയാണ് നിങ്ങളോട്, എന്താണ് ഇവരെ ഫാമിലിയെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം? എൻ്റെ ഇതിൽ പ്രകാരം ഞാനിങ്ങനത്തെ നമ്മളൊന്നും ഫാമിലീസിൽ നമുക്കൊക്കെ പറഞ്ഞ മാതിരി ഈ ഫ്ലാംബോയിൻ്റ് ലൈഫ് സ്റ്റൈല്, എക്സ്പെൻസീവ് ബാഗ്, എക്സ്പെൻസീവ് ഇത്, കുറേ മേക്കപ്പ്, ഇതൊന്നും നമ്മളൊന്നും ഫാമിലിയിൽ ഇല്ല. പക്ഷേ ഇതുപോലൊരു ലൈഫല്ല ഡെഫിനറ്റ്ലി. എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ ഇവരുടെ ഫാമിലി എങ്ങനെയുണ്ട്, എന്തുകൊണ്ടുണ്ട്, എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുത്തിയത് ഇവർ തന്നെയാണ്. പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലാക്കി വെച്ചിട്ടില്ലെങ്കിൽ അതിൽ ആൾക്കാർ അഭിപ്രായം പറയും. അത് പലരും പല രീതിയിൽ പറയും. എൻ്റെ സംസാര രീതി ഇതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ അറിയാതെ ഞാനത് ഒരിക്കലും ഐ തിങ്ക് ദാറ്റ് വുഡ് ബി ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം ഞാൻ ഈ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ തള്ള എന്നൊരു വർത്തമാനം പറഞ്ഞു. തള്ള ആൾ ഞങ്ങളുടെ ഒരു കൊളോക്വൽ ലാംഗ്വേജിൻ്റെ ഇഷ്യൂവിൽ എനിക്ക് അതിൽ തന്നെ ഭയങ്കര മനസ്താപമുണ്ട്. ഞാൻ ആ അമ്മമ്മയെ ഞാനിങ്ങനെ വിളിച്ചു. പക്ഷെ ഞാനിന്ന് തൻവി സുധീർ ഘോഷിൻ്റെ എക്സ്പ്ലനേഷൻ കണ്ട സമയത്ത് സ്വന്തം അമ്മൂമ്മേനെ ബിച്ച്, പട്ടി അല്ലേ, ബിച്ച്, എടി, നീ ചൂലെടുത്തടിക്കും. പക്ഷെ എൻ്റെ അമ്മോ, നിങ്ങൾ വീഡിയോ കണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? വീഡിയോനെ കുറിച്ചല്ല, ഈ കുടുംബത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം. വല്ലാത്തൊരു നാറിയ ഫാമിലി, പറയാതിരിക്കാൻ വയ്യ. ആ എക്സ്പ്ലനേഷൻ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഒരു കാര്യം പറയാം, നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ജഗതി പുലിവാൽ കല്യാണത്തിൽ മോതിരായിട്ട് പോകണ മാതിരിയാണ്. ജഗതി മോതിരായിട്ട് ഇങ്ങനെ പോകും. ഒരു സ്ഥലത്തേക്ക് പോകും, അത് കഴിഞ്ഞാൽ മോതിരം അവിടെ നിന്ന് വീണ്ടും ഇടിക്കാൻ പോകും. അതായത് ഓരോരുത്തർ പറയുന്ന സമയത്ത് ഇത് പറഞ്ഞാൽ ഇവരുടെ കളിയാണ്. ഇവരുടെ കളിയിൽ നമ്മളില്ല, നമ്മൾ കണ്ടാൽ മതി. പിന്നെ ഇവരുടെ പേഴ്സണൽ ലൈഫിൽ വീട്ടിനുള്ളിൽ എന്താണ് നടന്നിട്ടുള്ളത്, എന്താണ് നടക്കുന്നത്, എന്താണ് നടക്കാൻ പോകുന്നത്, ഇതൊന്നും പ്രവചിക്കാനുള്ള എനിക്ക് താല്പര്യമില്ല, കഴിവില്ല, ഒന്നുമില്ല. ഇവരെന്താണോ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ അഭിപ്രായം പറയുന്നത്, നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ഇതൊരു റിയാക്ഷൻ ചാനലാണ്. അപ്പോൾ നമ്മളത് റിയാക്ട് ചെയ്യുന്നു. മനസ്സിലായോ? അവരവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇന്നിപ്പോൾ അവർ പറയുമ്പോൾ നമുക്ക് തോന്നിപ്പോവാണ്, ഇവരുടെ ഭാഗത്താണ് ശരി. നാളെ മറ്റവരെന്ന് പറയും അവരുടെ ഭാഗത്താണ് ശരി. ഇത് ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നമ്മൾ വിലയിരുത്തേണ്ട ആവശ്യമില്ല. ഞാൻ വിലയിരുത്താനില്ല, നിങ്ങളിഷ്ടം. ഞാൻ വിലയിരുത്താനുമില്ല, ഞാൻ ഒന്നിനുമില്ല. നമ്മളിത് കേൾക്കും, ഇവർ പറയും. ചിലപ്പോൾ നമ്മൾ കളിയാക്കും, ചിലപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് പറയും. ദിസ് ഹാപ്പൻസ് ബിക്കോസ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ഇതിൽ കൊണ്ടുവന്ന് ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് പ്ലേ ചെയ്യാം. തൻവി എക്സ്പ്ലനേഷൻ പറയുന്നത്, തൻവി ഇതാണ് പറയുന്നത്. തൻവി ഇത് അൺഇൻറ്റൻഷനലാണ്, ഇത് ഇൻറ്റൻഷനലി ചെയ്തതല്ല. ഈ അമ്മമ്മ സത്യമാണ്. അമ്മമ്മയുടെ വീഡിയോ ഉണ്ട്, അമ്മമ്മയുടെ വോയിസും വീഡിയോയും കാര്യങ്ങളും ഉണ്ട്. ഇവരുടെ ഗ്രൂപ്പ് വാട്സാപ്പ് ചാറ്റ്സും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. വളരെ വിദഗ്ധമായിട്ട് അഹാന അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോ ചാറ്റ്സ് കോൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മമ്മ വന്ന് പറയുന്നുണ്ട്. ആ അമ്മമ്മ ഇതേ വർത്തമാനം മകളോട് പറഞ്ഞപ്പോൾ മകൾ ഇങ്ങോട്ട് വന്നു, ഞാനത് നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രമാണ് തൻവി പറയുന്നത്. അഹാനയുടെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടാണ്. വി ഡോണ്ട് നോ ദ ട്രൂത്ത്. നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, എനിക്ക് ഇവരുടെ ട്രൂത്ത് അറിയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഞാൻ ഇതിലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡോ മെൻറ്റാലിറ്റി ഒന്നുമല്ല. നമ്മൾ ഇവരുടെ ജീവിതം, ഇവരുടെ കുടുംബം ജീവിതം നമ്മൾ റിയാക്ട് ചെയ്യണം. അതെന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ ഇതിൽ മോശമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നത്, ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്, ചെയ്യുന്നത് ഞാനല്ല. ഇത് ഞാൻ എന്നെപ്പോലെ ബാക്കിയുള്ളവരുടെ ലാംഗ്വേജും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇന്ന് രാവിലെ മറ്റേ ആ ഹൻസൂബിയുടെ ഒരു സ്റ്റോറി ഉണ്ട്, അതിനെതിരെ ദാറ്റ്സ് ലൈക്ക് ഐ സ്റ്റാൻഡ് വിത്ത് ദാറ്റ് ഗേൾ ഓൺലി. ആവശ്യമില്ലാതെ സബ്സ്ക്രിപ്ഷൻ്റെ കേസും കാര്യങ്ങളൊന്നും ഇതിൽ വലിച്ചു ചെയ്യേണ്ട കാര്യമില്ല. അത് അവരുടെ ലാംഗ്വേജാണ്. ലെറ്റ് ദം ഡു വാട്ട് എവർ ദേ വാണ്ട്. ഞാൻ അതിലൊന്നും എൻഡോഴ്സ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെതായ രീതിക്ക് പോവുകയാണ്. നമ്മളുടെ ഇതൊക്കെ വെച്ചിട്ട് എന്തായാലും ഒരുപാട് ഒരു മിനിറ്റ്
സോറി ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. കുറേ മേക്കപ്പ് ഇട്ടതുകൊണ്ടോ കുറേ ഹാഷ് ബൂഷ് ഇംഗ്ലീഷ് സംസാരിച്ചത് കൊണ്ടോ കുറേ എക്സ്പെൻസീവ് ഐറ്റംസ് യൂസ് ചെയ്തത് കൊണ്ടോ ഒന്നും കാര്യമില്ല. നമുക്ക് വേണ്ടത് എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? പിന്നെ നമ്മൾ എൽഡേഴ്സിന് കൊടുക്കുന്ന റെസ്പെക്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വാട്ട് എവർ ബി ദ സിറ്റുവേഷൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, പല ആൾക്കാർക്കും നിങ്ങളുടെ വീടുകളിലൊക്കെ അമ്മമാരെ അവരൊക്കെ ഇങ്ങനെ ഇതൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. ദാറ്റ്സ് ദ റീസൺ വൈ ഐ ടോൾഡ് യു ലാസ്റ്റ് ടൈം. ബട്ട് ഐ നെവർ യൂസ് ദീസ് കൈൻഡ് ഓഫ് വേർഡ്സ് ടു മൈ ഗ്രാൻഡ് മദർ ഓർ എനി വൺ. നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യില്ല. പട്ടി, ബിച്ച് എന്നൊന്നും. വാട്ട് ഇസ് ദിസ് അപ്ബ്രിങ്ങിങ്? വാട്ട് ഇസ് ദിസ്? ഞാൻ ചോദിക്കുകയാണ്. ഐ വാസ് ഷോക്ക്ഡ്. സീരിയസ്ലി ഞാൻ ഷോക്ക്ഡാണ്. കാരണം വെച്ചാൽ നമ്മളിത് കേട്ടിട്ടില്ല. നമ്മുടെ ദി സോ കോൾഡ് നമ്മളൊക്കെ സാധാരണ മിഡിൽ ക്ലാസ് രീതിയിലുള്ള ആ ഒരു ഫാമിലിയിൽ പോകുന്ന ആൾക്കാർക്ക് ദി സോ കോൾഡ് അവർ അത്രയും ഭയങ്കര ഹൈ ലൈഫ് സ്റ്റൈലൊക്കെ ജീവിച്ച് പോകുന്ന ആൾക്കാർ ഇങ്ങനെയാണോ അവരുടെ പേഴ്സണൽ ലൈഫ്? മൈ ഗോഡ്, താങ്ക് ഗോഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കിടക്കാം. എന്താണ് തൻവി പറയുന്നത്? കുറച്ച് ലെങ്തി വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. സോറി ഫോർ ദാറ്റ്. സത്യം പറയാലോ, ഞാൻ അമ്മൂമ്മയുടെ കൂടെ വളർന്നത്. അപ്പോൾ ഈ വീട് തൂക്കുന്നതും തുടയ്ക്കുന്നതും ഈ പാത്രങ്ങൾ ഇതെല്ലാം ഈ എല്ലാ കാര്യവും അമ്മൂമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ എന്നെ അടുക്കള എനിക്ക് ആഹാരം വെക്കാൻ അറിയത്തില്ല. നിങ്ങൾ എൻ്റെ വ്ളോഗ്സ് കണ്ടു കാണും. എല്ലാ വീഡിയോയിലും യോജിയ ഫുഡ് വയ്ക്കുന്നത്. എന്നെ അവരതുപോലെ പൊന്നുപോലെ നോക്കി. ഇപ്പോൾ സിന്ധുമ്മയുടെ ഫാമിലിയിലും എൻ്റെ കസിൻസിനെ ഒന്നും അമ്മൂമ്മ അങ്ങനെ നോക്കിയിട്ടില്ല. എന്നെ നോക്കിയിട്ടുള്ളൂ ബിക്കോസ് എൻ്റെ അമ്മ എന്നെ നോക്കിയിട്ടില്ല. അപ്പോൾ ആഹാര വ്ളോഗിൽ എൻ്റെ അമ്മേനെ കുറിച്ച് പൊക്കി എനിക്കൊന്നും അറിഞ്ഞൂടാ. അവരോട് അങ്ങനെയാണ് പെരുമാറിയത്. ബിക്കോസ് അവർ ഫേമസ് ആണ്, അതുകൊണ്ട് അവരോട് അങ്ങനെയാണ് പെരുമാറുന്നത്. കുഞ്ഞിലേ തൊട്ടേ എന്നെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അമ്മൂന് മാത്രമേ ഫേവർ ചെയ്യത്തുണ്ടായിരുന്നുള്ളൂ. എന്നെ ഒരു കാര്യത്തിന് എന്നെ പട്ടിയെ പോലെയാണ് നോക്കിയത്. ഞാൻ എല്ലായിടത്തും എൻ്റെ അമ്മ എന്നെയും കൊണ്ടുപോകാമോ പറഞ്ഞ് കരഞ്ഞ കുട്ടിയാണ് ഞാൻ. എനിക്കറിഞ്ഞൂടെ, എൻ്റെ കാര്യം പോലെ അല്ലല്ലോ അവ ബാക്കിയുള്ളവരോട് പെരുമാറുന്നത്. കല്യാണം എത്രയോ പേര് ഞാൻ ക്യാൻറ്റീനിൽ കണ്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞവർ എന്ന് വെച്ചാൽ കൊച്ചുങ്ങൾ മൂന്നും ഇപ്പം ഞാൻ സ്റ്റെപ്പ് കൊച്ചായിട്ട് വന്നാൽ പോലും ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ഇതിൻ്റെ ഒരു വിഷയം എടുത്ത് റിയാക്ട് ചെയ്യാൻ കാരണം എന്നൊക്കെ ഞാൻ അറിയുണ്ടാവും. കമൻസാണ്. ആൾക്കാർ അവരുടെ വീഡിയോ കണ്ട് കമൻസ് പറയുന്നത്. ഈ കമൻസ് പറയുന്നത് ഇവരുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ്. ഇതിലെല്ലാം ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. രണ്ടുമുണ്ട്, ഹീറ്റായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ കുറേ ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആയിട്ട് ഇവരുടെ ലൈഫ് എന്താണെന്ന് അറിയാം. ഇവരുടെ ലൈഫ് എന്താണെന്ന് കുറച്ചും കൂടിയൊക്കെ ലൈഫ് പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ. അയ്യോ എന്തൊക്കെയാണ് നമ്മൾ പല സിറ്റുവേഷൻസിലേ ഈ മര്യാദയ്ക്ക് ഈ ദി സോ കോൾഡ് എക്സ്പെൻസീവ് ഐറ്റംസ് അല്ലെങ്കിൽ ബ്രാൻഡഡ് ഐറ്റംസ് യൂസ് ചെയ്ത് H&Mൽ കയറി ഷോപ്പ് ചെയ്യാത്തവർ, അല്ലെങ്കിൽ എന്താ പറയുക മറ്റേ സാധനം വെച്ചിട്ട് ഫോക്ക് സ്പൂൺ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാത്തവർ, ദി സോ കോൾഡ് അങ്ങനത്തെ ആൾക്കാരുണ്ട്. അവരൊക്കെ ഇങ്ങനത്തെ ആൾക്കാർക്ക് ഭയങ്കര പുച്ഛാണ്. സീരിയസ്ലി ഇവർ മനസ്സിലാക്കേണ്ടതെന്നറിയോ? വി ആർ ലിവിങ് എ മച്ച് ബെറ്റർ ലൈഫ് ദൻ യു ഗൈസ്. അതായത് പരസ്പരം ബഹുമാനിച്ച് സ്നേഹത്തോടുകൂടി, സ്നേഹം ഇൻ ദ സെൻസ് നോട്ട് ഫോർ എ ഡോക്യുമെൻ്ററി, നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട്. എൽഡേഴ്സിനൊക്കെ റെസ്പെക്റ്റ് ചെയ്തിട്ടൊക്കെ ഫൊഗീവ് ചെയ്തിട്ട് ചില കാര്യങ്ങളൊക്കെ പ്രായമുള്ള ആൾക്കാരൊക്കെയാണ്. അവരെൻ്റെ സ്റ്റെപ്പ് ബ്രദേഴ്സ് ആണെങ്കിലും ദേ ആർ സ്റ്റിൽ മൈ സിബ്ലിങ്സ്. അവരെ നോക്കുന്ന പോലെയല്ലേ എന്നെ നോക്കേണ്ടത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ബാംഗ്ലൂർ എൻ്റെ അമ്മേനെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞു, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നീ പറയുന്നത് നീ എൻ്റെ ചേച്ചിയുടെ മോളാണെന്ന്, എൻ്റെ മോളാണെന്നൊന്നും പറയല്ലേ, ആർക്കും അറിയത്തില്ല ഞാൻ സെക്കൻഡ് മാരേജ് ആണെന്ന്. ഇങ്ങനെയൊക്കെ ഒരു സ്വന്തം മോളുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു സ്ത്രീയാണ് അത്. ഓക്കെ, അവിടെ ഇതാണ് പറഞ്ഞ കുടുംബത്തിൻ്റെ മഹിമ പറയില്ല നമ്മൾ. കുടുംബ മഹിമ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അവിടെ ഇവിടെ വാങ്ങാൻ കിട്ടില്ല. അതൊക്കെ ഉണ്ടാവേണ്ട കേസാണ്. ചാറ്റ് പ്രൂഫ് എൻ്റെ ഉണ്ട്. ഞാൻ എൻ്റെ ഡെലിവറിയുടെ അന്ന് പോലും എന്നോട് പറഞ്ഞ് നീ ഈ വീട്ടിൽ വന്ന് നിന്നാൽ നീ നശിച്ചു പോവും, ഈ ശപിച്ച വന്ന് നിന്ന് നീ നശിച്ചു പോവും, നിനക്കൊന്നും കിട്ടാൻ പാടില്ല, നിനക്ക് കിട്ടുന്ന നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം ആ എല്ലാ സാധനവും അത് നീ എല്ലാവരോടും ഷെയർ. എനിക്കൊരു കല്യാണം പോലും ഇല്ലായിരുന്നു. എൻ്റെ ഇരുന്ന സ്വർണ്ണമെല്ലാം എൻ്റെ അമ്മ വിറ്റ് അത് കാശാക്കിയിട്ട് അവസാനം എൻ്റെ പേരിൽ ഒരു 1,00,000 ഉണ്ടായിരുന്ന പോലും അന്ന് വന്ന് പകുതി എടുത്തുകൊണ്ട് പോയി. ഞാൻ എൻ്റെ അമ്മ എന്തിനാ എന്നെ കൊണ്ട് കുടിപ്പിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് സാധാരണ കണ്ടീഷനിൽ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഇവരോട് ഒരു സഹതാപം ഉണ്ടാവും. എനിക്ക് ഈ കേസിൽ ഇവരോടും ഇല്ല കേട്ടോ. ദാറ്റ്സ് റീസൺ വൈ ഐ ടോൾഡ് യു ഇനീഷ്യലി ഇറ്റ് സെൽഫ് ഇറ്റ് ഇസ് ദെയർ ലൈഫ്. ഇത് അവരുടെ ലൈഫാണ്, നമ്മളിതിലില്ല. ഇത് ഞാൻ വീണ്ടും എടുത്ത് പറയാൻ കാരണം എന്താ അറിയോ? മെഷർ യുവർ സെൽഫ്. മലയാളത്തിലാണ് പറയുക, ഒരു കരിക്കട്ട എടുത്തിട്ട് സ്വയം ഹൈറ്റൊന്നും വലിപ്പം നോക്കുക. നിങ്ങളുടെ ലൈഫ് വെച്ചിട്ടാണ് എവിടെയോ കിടക്കുന്ന എന്നെപ്പോലുള്ള വ്യക്തികളും എവിടെയൊക്കെയോ ലോകത്തിൻ്റെ എവിടെയൊക്കെയോ കിടക്കുന്ന ആൾക്കാർ അഭിപ്രായം പറയുന്നത്. അപ്പം അമ്മ അഥവാ അവരുമായിട്ട് അടിയായെങ്കിലും ഞാനുമായിട്ടൊരു പ്രശ്നമില്ല. ഒരു നിമിഷം കേട്ടോ, ഞാൻ ഈ കുറച്ചൊന്ന് ഇത് ചേഞ്ച് ചെയ്യട്ടെ, ആ കുട്ടിയെ കാണിക്കേണ്ട. അപ്പം അമ്മ അഥവാ അവരുമായിട്ട് അടിയായെങ്കിലും ഞാനുമായിട്ടൊരു പ്രശ്നമില്ലായിരുന്നു. അതേപോലെ സിന്ധുമ്മയുടെ ഫാമിലിയായിട്ട് ഞാനായിട്ടൊരു പ്രശ്നമില്ലായിരുന്നു. സോ ഇവർ രണ്ടുപേരുടെ ഇടയ്ക്ക് പെട്ടുപോയത് ഞാൻ.
അപ്പോൾ ഇവർ അപ്പൂപ്പന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇല്ലെന്ന് നിങ്ങളെല്ലാം there could be a possibility ഇവർ ഇൻറ്റൻഷനലി കൊണ്ടതായിരിക്കും. പക്ഷേ അഹാനയുടെ എക്സ്പ്ലനേഷൻ കേട്ട സമയത്ത് നമ്മൾ നേരെ തിരിച്ച് ചെയ്യാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി, നിങ്ങളും ചിന്തിച്ചു അല്ലേ. പക്ഷേ there could be അപ്പോഴും ചില ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നുണ്ട്, എനിക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്തിരുന്നു ആ കുട്ടി അങ്ങനെ പറഞ്ഞതായിരിക്കില്ല എന്ന്. പക്ഷേ ഞാനും ഇതന്നെ പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് ഇവരുടെ സംസാരം കേട്ടിട്ടല്ലേ അറിയുള്ളൂ. ഇൻറ്റൻഷനലി ചെയ്തതായിരിക്കില്ല, നമുക്കറിയില്ല. അതാ ഞാൻ പറഞ്ഞു ഇവരുടെ ഞാൻ ഈ അറിയില്ല എന്ന് പറയുന്ന സമയത്ത് ചില ആൾക്കാർ കമൻറ്റ് ഇടും, നിനക്ക് അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വന്ന് പറയുന്നത്, നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടാണോ? എനിക്ക് സത്യം പറയാം, എനിക്ക് ഇവരുടെ ജീവിതം അറിയില്ല. ഇത് ജീവിതമല്ലേ, വേറെ അല്ലാണ്ട് ജനറൽ നോളേജ് വേറെ കാര്യങ്ങളൊന്നുമില്ലല്ലോ. അമ്മ ആരുമില്ല എന്ന് പറഞ്ഞ് കരയുന്നത് അപ്പം മരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കൂടെ വരാൻ വേണ്ടി പറഞ്ഞു, അതിന് എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അത്രയേ ഉള്ളൂ കാര്യം. ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇത് നിങ്ങൾ കറക്കി തിരിച്ച് സിന്ധു കൃഷ്ണ അവിടെ അമ്മേനെ നോക്കുന്നില്ല, അവിടെ തന്വിയുടെ അമ്മ അവരെ നോക്കുന്നില്ല, ഇവർ നോക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ശരിക്കും അവർ നോക്കുന്നില്ല. അതാണ് സത്യം. അത് പറഞ്ഞ് വളരെ സത്യം. അതാണ് സത്യം. ഞാൻ സാധാരണ കണ്ടീഷനിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ചില കേസിലൊക്കെ നമ്മൾ പറയും കമൻറ്റ് ബോക്സിൽ വെറുതെ ആൾക്കാർ പറയുന്നത്. പക്ഷേ ഈ കേസിൽ കമൻറ്റ് ബോക്സ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത് ആരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഐ വാസ് ദി ഫസ്റ്റ് വൺ ഈ ഒരു വിഷയം എടുക്കാനുള്ള കാരണം തോന്നുന്നുണ്ട്. നോട്ട് ദി ഫസ്റ്റ് വൺ, ഇനീഷ്യലി ഞാനാണ് അതിൽ കുറച്ച് തോന്നുന്നുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞത് ഈ കമൻറ്റ് ബോക്സിനെ കോട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഐ ഡിഡ് നോട്ട് ഹാവ് എനി ഒപ്പീനിയൻ. ഇവിടെ എനിക്ക് അതേ പറയേണ്ട ആവശ്യമില്ല, ഞാൻ ഒപ്പീനിയനും ഉണ്ടായിരുന്നില്ല. ഇവരുടെ ലൈഫ് എങ്ങനെ ഒന്നുമില്ല. കമൻറ്റ് ബോക്സിൽ വളരെ കൃത്യമാണ്. അപ്പോൾ അവരിപ്പോൾ ഒരു അക്സെപ്റ്റ് ചെയ്തു. സത്യാവസ്ഥ എന്ന് വെച്ചാൽ അമ്മൂമ്മേനെ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അമ്മൂമ്മ പ്രശ്നമാണ്. ഇവർക്കൊക്കെ അപ്പൂപ്പനെയാണ് കൂടുതൽ ഇഷ്ടം, അമ്മൂമ്മേനെ അത്രയും താല്പര്യമില്ല. അങ്ങനെ കാരണം അമ്മൂമ്മയ്ക്ക് എപ്പോഴും ഞാനാണ് വലുതെന്ന് പറഞ്ഞ് അമ്മൂമ്മ എൻ്റെ എല്ലാ കാര്യവും നോക്കുമായിരുന്നു. സോ ബേസിക്കലി അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. ബിക്കോസ് എന്നെ മാത്രമേ കൊച്ചുമോളെ മാത്രമേ നോക്കുന്നുള്ളൂ എന്നുള്ളൊരു പരാതിയാണ്. കാരണം അമ്മൂമ്മ നോക്കുമ്പോൾ എൻ്റെ അച്ഛനില്ല, എനിക്ക് അച്ഛനില്ല, അമ്മയാണെങ്കിൽ അമ്മയുടെ കാര്യം നോക്കിപ്പോയി. എൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു വിഷയം പറഞ്ഞിട്ടോ. കാരണം സ്വാഭാവികമായിട്ടും മറ്റുള്ള മക്കൾക്ക് തോന്നും, കാരണം കൂടുതലായിട്ട് ബിക്കോസ് വാട്ട് എക്സ്പീരിയൻസ്ഡാണ് ഞാൻ ആ കാര്യത്തിൽ. എക്സ്പീരിയൻസ്ഡാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയാതെ പറഞ്ഞു എന്നേ ഉള്ളൂ, പക്ഷേ ഞാൻ എക്സ്പീരിയൻസ്ഡാണ്. ദിസ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ്. ബിക്കോസ് ഇനിയിപ്പോൾ പറയണ്ട, ഇങ്ങനെ വെറുതെ നമ്മൾ ഇല്ലേ ആയിട്ട് ഈ അമ്മു ഇത്രയും പറഞ്ഞില്ല, അമ്മൂമ്മ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് എന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് അവർ പറഞ്ഞ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ എന്നെ റിമൂവ് ചെയ്ത്. ആ ഗ്രൂപ്പിലുള്ള എൻ്റെ കൊച്ചാണ് സത്യം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അമ്മു ആ ഗ്രൂപ്പിൽ ഇട്ടതാ. ഇനി അവരെന്തെങ്കിലും സ്ക്രീൻഷോട്ട് ഇടുകയാണെങ്കിൽ ഞാനും ഈ കാര്യം വിടുമായിരിക്കും. പക്ഷേ എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല. ഞാനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് അങ്ങ് പറഞ്ഞങ്ങ് തീർക്കുക. ഞാൻ പറയാം അവരെന്താണ് ആ ഗ്രൂപ്പിൽ അമ്മൂമ്മേനെ വിളിക്കുന്നതെന്ന്. ഇത്രയും നല്ല അഹാന എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മൂമ്മ ഭയങ്കര ഇതാണെന്നോ അതാണ്. ഞാൻ ഇത്രയും നല്ല അഹാന ഭയങ്കര എക്സ്പ്ലനേഷനൊക്കെ ഉണ്ടല്ലോ. അയ്യോ അമ്മൂമ്മേനെ കുറിച്ച് കൊച്ചുമോള് പറയുന്നതാ അഹാന. ഈ ചാറ്റൊക്കെ എൻ്റെ അവരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ഇതെല്ലാം ഞാൻ എന്തോ ഭാഗ്യത്തിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ബിക്കോസ് ഞാൻ ഈ ചാറ്റൊക്കെ കാണുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാം, അമ്മൂമ്മയെ കുറിച്ച് മോശമായിട്ട് പറയുന്നു, അതുകൊണ്ട് അമ്മൂമ്മ ഇങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്യാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മൂമ്മയുടെ ഞാൻ ഒന്നും പറയാതെ അതല്ലേ ഇവരുടെ ഒരു ഫാമിലിയുടെ അവസ്ഥ വെച്ചാൽ നമ്മളൊക്കെ ഈ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഈ സ്ക്രീൻഷോട്ടൊക്കെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് തമ്മിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആണ് ഈ പറഞ്ഞ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ വോയിസ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക, സ്ക്രീൻഷോട്ട് വെക്കുക. സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെയാണല്ലേ ചക്കട കഥ, മാങ്ങട കഥ. അയ്യോ ഡോക്യുമെൻ്ററി വരൂ, നമുക്ക് മറ്റൊരു ഇറങ്ങിയിട്ടുണ്ടാവും. എങ്ങനെ പറയാതിരിക്കും? സീരിയസ്ലി വരൂ, നമുക്ക് ഡോക്യുമെൻ്ററി തയ്യാറാക്കേണ്ടതുണ്ട്. മൈ ഗോഡ്, അപ്ബ്രിങ്ങിങ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. ഞാനിത് പല കേസിലും ഇവരെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന സമയത്ത് ഞാൻ പറയുന്നൊരു കേസ് എന്താ അറിയാം. ഈ ഇവർ തമ്മിൽ കല്യാണം കഴിച്ച സമയത്ത്, ദാറ്റ്സ് വാട്ട് ഐ ഹേർഡ് കേട്ടോ. ഇവർ കല്യാണം കഴിച്ച സമയത്ത്, കൃഷ്ണകുമാറും വൈഫും കല്യാണം കഴിച്ച സമയത്ത് ഒരുപാട് അവർക്ക് സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് 4 മക്കളെ വളർത്തിയിട്ടുള്ളത്. ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഡെഫിനറ്റ്ലി. അതിന് കമൻറ്റ് ചെയ്യണം. അത് പറയുന്നുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആണ് അവർ. പിന്നെ എന്താ പറയുക, അവർക്ക് ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇഫ് ഏണിങ് ഇസ് കൺസിഡർഡ് ടു ബി ദി സ്റ്റാൻഡേർഡ്, അവർ അത്യാവശ്യം നല്ലതായിട്ട് ഏൺ ചെയ്ത് സ്വയമായിട്ട് നല്ല എല്ലാ പരിപാടികളുണ്ട്. പക്ഷേ ഉള്ളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇതൊന്നുമല്ല, ഉള്ളിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണെന്ന് മാത്രമല്ല, ഇതൊക്കെ പുറത്തേക്ക് വരേണ്ട അവസ്ഥ വരുന്നു. പീപ്പിൾ ആർ ഡിസ്കസിങ് അല്ലേ. all that bitch needs is money. I wonder what she's doing with the 30 lakhs. അപ്പോൾ ഇങ്ങനെയൊക്കെ അയക്കുമ്പോൾ ഞാൻ അമ്മയോട് പറയാം. അപ്പോൾ അമ്മ പറഞ്ഞു നീ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങണ്ട. ദാറ്റ് ബിച്ച് എന്ന് പറഞ്ഞാൽ അമ്മമ്മേനാണ് കേട്ടോ. അവരെന്താ പറയണേ നീ കേട്ട് നോക്കിയിട്ട് നീ എന്നോട് പറ. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ അമ്മമ്മ വരെ ഉണ്ടായിരുന്നു. അമ്മമ്മ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയായിട്ട് മീൻസ് എന്നോട് മറ്റേതാവൂലേ ആരാണ്ടാന്ന് അറിയുന്നീ ഫിലോമിന മറ്റേ സിനിമ പറഞ്ഞു അമ്മമ്മയും ഒരു ഭാഗത്ത് ജസ്റ്റ് ഇമാജിൻ ഗൈസ്, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യൂ. ഒരു ഭാഗത്ത് അമ്മൂമ്മ, മറുഭാഗത്ത് മറ്റേ അഹാന. ആരാണ്ടെന്ന് അറിയുന്നീ
അയ്യ ഇങ്ങനെയൊക്കെ ഇതാണോ ഫാമിലി? വെരി ഗുഡ് ഫാമിലി, വെരി നൈസ് ഫാമിലി. അഹാൻ അയച്ചൊരു മെസ്സേജാ, തൻവി യുവർ ഡിയർ ഗ്രാൻഡ് മദർ ഇസ് ദ ബിഗസ്റ്റ് ബിച്ച് ഓൺ എർത്ത്. ഇഫ് യു എനിക്ക് കളം എൻ്റെ കൊച്ചാണ് സത്യം. ദഹാൻ നിൻ്റെ സ്വന്തം നിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മൂമ്മയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇംഗ്ലീഷിൽ വരുമ്പോൾ യുവർ ഗ്രാൻഡ് മദർ ഇസ് ദി ബിഗസ്റ്റ് ബിച്ച് ഓൺ ദിസ് പ്ലാനറ്റ് എർത്ത് എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ അമ്മമ്മയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പട്ടി എന്നൊക്കെ പറയാൻ. വാട്ട് ഈസ് ദിസ്? മൈ ഗോഡ്, ഗുച്ചി, പ്രാഡ, ഓ മൈ ഗോഡ്, ബ്രാൻഡഡ് മെസ്സേജാ. ഇഫ് യു ഓൾ വിഷ് ടു സീ ഡാഡ് അലൈവ് ഫോർ സം മോർ ടൈം പ്ലീസ് ആസ്ക് ഹർ ടു അഡ്ജസ്റ്റ്. ഇങ്ങനെയൊക്കെയാണ്. ഷോ ഇതൊക്കെ ചിലപ്പോൾ പിന്നെ കുടുംബ പ്രശ്നങ്ങളില്ലാത്ത ഒരു ചട്ടിയും കലമൊക്കെ ആകുമ്പോൾ തട്ടി മുട്ടിക്കൂല. ഇത് പാത്രക്കടയിൽ പാത്രങ്ങൾ പോലെ വന്ന്. യെസ്, നൗ ഹിയർ കംസ് അവർ അമ്മൂമ്മ. ഇതൊക്കെ ശരിക്കും പറയേണ്ടത് എങ്ങനെയാ വെച്ചാൽ നൗ ഹിയർ കംസ് അവർ അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് ഇതിനൊക്കെ അവതരിപ്പിക്കേണ്ടത്. എൻ്റെ മക്കൾ എന്നെ അമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. എൻ്റെ പൊന്നാര അമ്മൂമ്മേ, നിങ്ങളും നിങ്ങളുടെ കുറച്ച് മക്കളും 2 മക്കളും കുറേ പേരക്കുട്ടികളും യു ആർ റൂളിങ് ദി ഇൻ്റർനെറ്റ്. നിങ്ങൾ ഇൻ്റർനെറ്റ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ആർ ദി കോണ്ടൻറ്റ്. നിങ്ങൾ കോണ്ടൻ്റാണ്. കഷ്ടം, പാവം അല്ലേ? ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇഞ്ഞു വാ, ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം, നീ ഇഞ്ഞു വാ. പക്ഷേ അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു, പക്ഷേ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ ഗൈസ് അങ്ങനെ തന്നെ പറയാം. കുടുംബം നമ്മൾ സ്റ്റാറ്റസ് മാറണമല്ലോ, അവരനുസരിച്ച് സ്റ്റാറ്റസ്. ഗൈസ്, ഗുച്ചി ഗൈസ്, പ്രാഡ ഗൈസ്, യു ഷുഡ് ഹാവ്. ഗുച്ചി പ്രാഡ എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ ബ്രാൻഡാട്ടോ. നമുക്കൊന്നും അറിയാത്ത മറ്റേ ബ്രാൻഡ്. നമ്മൾ വേറെ ഗുച്ചി ഗൈസ്. ഇതൊക്കെ നിങ്ങൾ പേഴ്സണലി സോർട്ട് ഔട്ട് ചെയ്യേണ്ടായിരുന്നില്ലേ അല്ലേ? ഫോണിലൂടെ സംസാരിച്ച് ഒരാഴ്ച കൊണ്ടാകുമ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നത്. ഐ എം റിയലി സോറി അഹാന. നിങ്ങൾക്ക് ജീവിതത്തിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻസ് ഇടേണ്ട അവസ്ഥയിലേക്ക് വീഴും. ഇനി ഇവർ വായടപ്പിക്കും എന്നുള്ളത് അറിയില്ല കേട്ടോ, ബിക്കോസ് ദാറ്റ്സ് വാട്ട് ഹസ് ഹാപ്പൻ പ്രീവിയസ്ലി. അനന്തുവിൻ്റെ വിഷയം ഓർമ്മ ഉണ്ടല്ലോ, അനന്തു ലാസ്റ്റ് ബ്ലാക്ക് ടേപ്പ് ഒട്ടിച്ചിട്ട് വരേണ്ട ഒരു അവസ്ഥ വന്നു, സംസാരിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ട്. ആൾക്കാർ കൊണ്ടുവന്നിട്ടാ പറയും, മൈ ഗോഡ്, നിങ്ങൾ പിന്നെ ഒരാഴ്ച കൊണ്ട് ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യും, ബിക്കോസ് എൻ്റെ വീഡിയോയിൽ എൻ്റെ ചാനലിൽ ഇങ്ങനത്തെ കുടുംബത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ദാറ്റ്സ് വാട്ട് കമ്മിങ് ഓൺ ടു ദ ചാനൽ. അയ്യോ, വർഷങ്ങൾ നോക്കി. കുറേ എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു പിന്നെ ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞു, അത് എൻ്റെ ഒരു സ്വഭാവമാണ്, അത് ഞാൻ പറയും. അത് ശരി, ഇത് ഞാൻ എവിടെയോ, ഇതാണ് സംഭവം. എൻ്റെ കൂടെ എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ ഞാനത് തിരിച്ചു പറയും. ദാറ്റ് ഈസ് ബീങ് ട്രാൻസ്ഫോംഡ് ടു യുവർ നെക്സ്റ്റ് ജനറേഷൻസ്. ആ ജനറേഷനും ഇത് തന്നെ ചെയ്യുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഞാനും തിരിച്ചു പറയും. ഇത് ക്രെഡിറ്റ് ആക്കിയിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അങ്ങനെ ഉണ്ട്. ഞാൻ എന്തും വെട്ടി തുറന്ന് പറയും, ഞാൻ ആരുടെയും മുഖത്തൊക്കെ പറയും. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ അബൌട്ട് ദി അതർ പേഴ്സൺ. മനസ്സിൽ വെക്കുന്നതിനേക്കാളും ഭേദമാണല്ലോ. ഞാൻ ഡിപ്ലോമാറ്റിക്, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാം. ഞാൻ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട് എന്തും വെട്ടി തുറന്ന് പറയും, ബട്ട് ദേ ഡോണ്ട് കെയർ അബൌട്ട് അടുത്ത ആളുടെ ഫീലിങ്സ്, റിലേഷൻഷിപ്സ്. തുറന്ന് പറയാം, പക്ഷേ മറ്റുള്ളവരുടെ ഫീലിങ്സും ആ റിലേഷൻഷിപ്സും ആ ഒരു സിറ്റുവേഷനും മനസ്സിലാക്കിയിട്ടാണ് പറയേണ്ടത്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഇവിടുന്ന് ഇറങ്ങി തന്നെയാണ്. നിങ്ങൾ അങ്ങോട്ട് വെട്ടി തുറന്ന് പറഞ്ഞു, മക്കൾക്ക് ഗ്രാൻഡ് മദർ എന്നുള്ള മരുമക്കൾക്ക് ഗ്രാൻഡ് മദർ, പേരക്കുട്ടികൾക്ക് ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൺസിഡറേഷൻ ഇല്ല. അവർ വെട്ടി തുറന്ന് പറഞ്ഞു. വെറും വെട്ടല്ല, ഭയങ്കര വെട്ടം. അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സീരിയസ്ലി എടുത്തൊരു കേസാണ്. കാരണം കുട്ടികളെ ചിലപ്പോൾ അവരുടെ മോശമായിട്ട് ക്യാരക്ടർ, ഇതിനെ മറ്റേ കുട്ടർ വേറെയുള്ള സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറേ ആൾക്കാർ, ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, എന്താവും നമുക്കറിയില്ല. ആ സ്ത്രീ അഹാന പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ ആരെങ്കിലും പേഴ്സണലി കാണുകയാണെങ്കിൽ ഇവർ പറഞ്ഞത് കേൾപ്പിച്ചു തരാം. ഇവർക്കത് കേൾപ്പിക്കാൻ കഴിയില്ല, ബിക്കോസ് ഷി ഹസ് ഡിലീറ്റഡ് എവറിത്തിങ്. അമ്മു എന്നെ എടി അവളെ ഇവളെന്നും പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെയും ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മു പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അമ്മു പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മുമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് അമ്മുമ്മേ, സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണം കാരണം ഈ വയസ്സാം കാലത്ത് ഇങ്ങനൊരവസ്ഥ നിങ്ങൾക്ക് വന്നല്ലോ അല്ലേ?
രാമനാമം ജപിച്ചിരിക്കേണ്ട നിങ്ങളുടെ പ്രായവും കൊച്ചുമക്കളെ കൂടെ കളിക്കേണ്ട നിങ്ങളെ പ്രായത്തിൽ നിങ്ങളെ കൊച്ചുമക്കൾ ബ്ലോക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നല്ലോ. ഹൈ, കലികാലം, സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം, വാട്സാപ്പിൻ്റെ അതിപ്രസരം. സത്യം കഷ്ടലേ. ഷീസ് ഡ്രാഗ്ഡ് ഇൻ ടു ദിസ്. എല്ലാം സോഷ്യൽ മീഡിയ. നമ്മളെ പറയരുത് കേട്ടോ ദയവ്. ഇത് കട്ടായിപ്പോയാ പ്ലീസ്. എന്നെ ചൂല് വെച്ചടിക്കും, അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്, എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് മൈ ഗോഡ്, അത് ഇറങ്ങുമോ അടുത്ത വീഡിയോയിൽ, റിയാക്ഷൻ വീഡിയോയിൽ? ഇതാണ് എൻ്റെ അമ്മുമ്മ കൊണ്ടുവന്ന് കാണിച്ചത്. ഡോണ്ട് കം ആൻഡ് ടെൽ ദാറ്റ് യുനോ നമ്മളെ അടുത്ത് റിയാക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ ഇനി വോയിസ് ഇറക്കും മഹാൻ അടുത്ത പ്രാവശ്യം. എന്തോ ഒരു പാട്ട് ഈ അമ്മ പാടിയിട്ടുണ്ട്. അമ്മച്ചി നിങ്ങൾ വിചാരിച്ച പോലെ തോന്നുന്നുണ്ട്. ഇതിൽ ആരെ കൂടെ നിൽക്കണം എന്ന് നമുക്ക് മനസ്സിലാവില്ല. പറയൂ. ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതേ ഇതേ, പിന്നെ എന്താ അതൊക്കെ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ ദിസ് ഇസ് റാങ്. അത് റാങ്. അതെന്തിനാ ഡിലീറ്റ് ചെയ്യരുത്? പാവായി ആ അമ്മമ്മയ്ക്ക് അത് സ്റ്റോർ ചെയ്യാൻ അറിയില്ല എന്ന് അറിഞ്ഞുകൊണ്ടല്ലേ. ദിസ് ഇസ് റാങ്. സീരിയസ്ലി ഐ സ്റ്റാൻഡ് വിത്ത് ദിസ് അമ്മമ്മ. ഞാൻ അമ്മമ്മയുടെ കൂടെ പോയി നിൽക്കും. ഐ റിയലി സ്റ്റാൻഡ് വിത്ത് അമ്മമ്മ. ഈ ഭാഗത്ത് ഞാൻ അമ്മമ്മയുടെ കൂടെയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ഈ വാട്സപ്പ് ഉപയോഗിക്കാൻ അതിനെ പഠിപ്പിച്ചു കൊടുക്കുക. ഷീ ഓൾസോ ഹാസ് ടു ഫോർവേഡ് ചെയ്യാൻ ഇതൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കാനുള്ള സമയത്ത് സ്ക്രീൻ റെക്കോർഡൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കണം. ദാറ്റ്സ് തൻവിയുടെ മിസ്റ്റേക്ക് ഉണ്ട്. ബാക്കി ആരുടെയൊക്കെയോ അത് ചെയ്യാൻ പാടുമോ? അങ്ങനെയൊക്കെ ചെയ്യാമോ? നിങ്ങൾ പറയാന്ന് ഡിലീറ്റ് ചെയ്യുക. പാവ അമ്മമ്മയ്ക്ക് കഴിയില്ല. അതിൻ്റെ ഓഡിയോ നിങ്ങൾ കൊണ്ടെടുക്കുക. വെരി ബാഡ്. അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തോണ്ട് എനിക്ക് അവരയക്കണേന് അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ. പാവം, അവർ ബാഡ്, മൈ ബാഡ്. ബിക്കോസ് യു നോ വാട്ട്, അതൊന്നും ഡിലീറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് കേൾക്കാമായിരുന്നു. ആരും ഉണ്ടായില്ലല്ലോ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ. ഇല്ല, അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുണ്ട്, ഇങ്ങോട്ട് അയക്കുന്നതേ ഇല്ല. അപ്പം അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മൂനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ പറയില്ല. എന്നിട്ട് അവർ പറയുന്ന അതെന്തിനാ അമ്മു അങ്ങനെ ചെയ്ത്? അമ്മു വായി അമ്മു വെറുതെ ഇരിക്കണം. അമ്മമ്മയെ നിങ്ങൾ തെറി പറയാൻ പാടുമോ? അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല എന്നും അപ്പൂപ്പന്റെ മൂക്കുന്ന രക്തം വന്നു, ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അത് അവരെ മൂക്കുന്ന രക്തം വന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞ. മൂക്കങ്ങനെ മുറിഞ്ഞ രക്തം വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിൽ ഒന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മമ്മ ഹോം നഴ്സിനെ വെളിയിൽ നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ പറയുന്നത്. തെറിയും പറഞ്ഞു കൊണ്ടുപോയ ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത് അവിടെ ഒരു മെന്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവള് സോറി, അറിയാണ്ട് ചിരിച്ചു പോയതാണ്. ഒരു കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നം നടക്കുമ്പോൾ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ധർമ്മേന്ദ്ര, ഞാനിവിടെ ഇരിക്കാൻ പാടില്ലായിരുന്നു പറഞ്ഞാൽ നമ്മൾ ചിരിക്കാൻ പാടില്ലായിരുന്നു. സോറി. എന്തെങ്കിലും പറഞ്ഞാൽ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഇതൊക്കെ സത്യമാണോ നമുക്കറിയില്ല. ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്. ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂന്മാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാൽ അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അത് ശരി. ഇതൊക്കെ എല്ലാ കുടുംബത്തിലും നടക്കുന്ന കേട്ടോ. അപ്പോൾ അവരൊക്കെ വിളിച്ച് പറയുന്നുണ്ടാവും. ഇവർക്കും വേണ്ടേ ആരെങ്കിലും പറയാൻ. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടാവും. വിളിച്ച് ഞാൻ പറയും, എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്. സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത്, സിമിക്ക് വേണ്ടിയിട്ട്. അതും പോയി. എനിക്ക് അമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തന്നെ നോക്കാത്തതിൻ്റെ പേരിലാണ് ഞാൻ. അവർ പറയുന്നത്, അമ്മ പറയുന്നത് ചിന്നമ്മ. സിമി എന്ന് പറഞ്ഞാൽ ചിന്നമ്മ. യെസ്, അവരെന്നെ പറയണ്ടേ. പിന്നെ ഞാൻ തന്നെ ഇടയിൽ പറയുന്നതല്ലേ. എല്ലാ കാര്യവും അവർ പറയുമ്പോൾ പിന്നെ നമ്മൾ എന്തിനു പറയുന്നു? ചിന്നമ്മ എന്നാണല്ലോ എൻ്റെ അമ്മേനെ വിളിക്കുന്നത്. ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീ ആണെന്നും ഒരാൾ കല്യാണം കഴിച്ച എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം സിമിയുടെ സിമി ആൻറ്റിയുടെ ഒരു വോയിസ് കിട്ടിയിരുന്നെങ്കിൽ. നീ നിൻ്റെ മറ്റേ ഏത് സിനിമയുടെ ഡയലോഗ് അല്ലേ, നീ നിൻ്റെ വിഷമം പറ, ഞാൻ ഒന്ന് സന്തോഷിക്കട്ടെ. അല്ല കുഴപ്പം,
ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കല്യാണത്തിന് പോലും ആ നാറി സിമിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാ. അങ്ങനെ അതും പൊട്ടി. അടുത്തതും പൊട്ടിച്ച്. ഓ മൈ ഗോഡ്, ഡയബോളിക്. ാണ് എന്തായാലും ആവട്ടെ. എന്നിട്ട് പറയും അമ്മൂമ്മ അപ്പൂപ്പനുമായിട്ട് അടിയാവുന്നു, അമ്മൂമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു, ഉപദ്രവിച്ചു വന്നു, അമ്മൂമ്മ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെന്താണ് പറയാനുള്ളത്? ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്ക് എന്ത്? ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യാതെ ആരും തിരക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ 58 വർഷം കൊണ്ട് ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൂപ്പനെ പണ്ടേ ഡിവോഴ്സ് ചെയ്താൽ പോലെ. അപ്പൊ അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് എന്നെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞൂടെ? അത് ചെയ്യാതെ നിങ്ങൾ പുലിയായിരുന്നല്ലേ, നമ്മൾ അറിഞ്ഞില്ല. എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാനൊരു വീടും എനിക്ക് ജീവിക്കാനുള്ളതും ഒക്കെ തന്നിട്ട് തന്നെ എൻ്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാവരും നന്നായിട്ട് പറഞ്ഞല്ലേ, എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക് ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തെന്തിനപ്പൂപ്പ, എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തെന്നെല്ലാം അവർ ചോദിച്ചല്ലോ. ഈ അമ്മ ചോദിച്ചല്ലോ. ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഹോം നഴ്സ് നിന്നിട്ടുണ്ട്, അവൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മൂമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മൂമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു. മോശം 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 എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. അയ്യോ 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 അയ്യോ. ഇതൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, അമ്മമ്മയിൽ കൊടുക്കരുത്, ഇത് അപ്പൂപ്പനുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, സ്വാഭാവികം. പക്ഷെ ഇതൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം. അഹാന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് അതെല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ, എന്നാ അപ്പൂപ്പനും അങ്ങനെ ഇഷ്ടം പോലും അല്ല. അപ്പൊ എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എൻ്റെ ഭർത്താവ് തിന്നു. ഓരോ ഫ്രൂട്ടാണ് കൊടുത്തേക്കുന്നത്. എന്ത് ദരിദ്രവാസി മക്കളെ ഇവരൊക്കെ. ഒരു ആപ്പിൾ, ഒരു ഓറഞ്ച്. അയ്യോ, ഇങ്ങനെ കാര്യം ചെയ്യലുണ്ടോ നമ്മൾ? ഈ സോ കോൾഡ് ബ്രാൻഡഡ് അല്ലാത്ത ആൾക്കാരൊക്കെ. എൻ്റെ ഭായി, ഒരു ആപ്പിൾ, ഇത് അതൊക്കെ പാവട്ടോ. ഒരു സാധനവും എനിക്ക് തന്നെ അവർ തിന്നും. അവർക്ക് എത്ര വയ്യെങ്കിലും എനിക്ക് തരാതെ ഒരു സാധനവും അവർ കഴിക്കില്ല. പക്ഷേ അമ്മ അങ്ങനെ പറഞ്ഞു കൊടുത്തയച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പയ്യനോട് തീർത്ത് പറഞ്ഞ്, ഞാൻ പറഞ്ഞെന്ന് പറയണം, ആ സ്ത്രീ ഇതൊന്നും എടുക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് അവസാനം അമ്മൂമ്മ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാവരും എന്താ പറഞ്ഞ, കല്യാണത്തിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? കല്യാണം ഇവിടെ ലാസ്റ്റിൽ ഇവരെ അമ്മു എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു, എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പം പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ നീ സീരിയസ്ലി അമ്മു? ഓ മൈ ഗോഡ്, ദിസ് ഫാമിലി. എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ച് പറഞ്ഞത് അമ്മമ്മ അങ്ങോട്ട് വരണുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇഷാനിയുമായിട്ടാണ് വരണത്? കാരണം ഇഷാനിയൊക്കെ ഡീസൻറ്റ് പിള്ളേരാണ്. ആ വീട്ടിലേക്ക് ഇഷാനിയും ഹൻസികയും ഓസിയൊക്കെ വേറെ ആരോടും യാതൊരു. അമ്മൂമ്മയുടെ കൂടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു തന്നെ വിളിച്ച് പറഞ്ഞു. കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത്, എൻ്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കൂല, നീ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എൻ്റെ കല്യാണത്തിനൊന്നും വിളിക്കൂല. എൻ്റെ കല്യാണത്തിന് നീ വരികയും ചെയ്യരുത്, അത് പറയാനും കൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ മോളെ, ഞാൻ നിൻ്റെ കല്യാണത്തിന് വരില്ല, നീ എന്നെ വിളിക്കുകയും വേണ്ട, 75 വയസ്സായി. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് സീരിയസ്ലി അന്ന് അനന്തു ചെയ്തൊരു റിയാക്ഷൻ അത് തോന്നുന്നു. നമ്മളെ അവസ്ഥ സെലോ ടാപ്പ് പൊട്ടിച്ചിരിക്കുക, ഒന്നും പറയാനില്ല. എന്തുട്ട് ഫാമിലി അത് എന്തെങ്ങനെയാവല്ലേ? ഇനി എന്തോന്ന് കല്യാണത്തിന് കൂടാൻ മക്കളെ, അതുകൊണ്ട് ഞാൻ മക്കളെ വിളിക്കുകയും വേണ്ട, ഞാൻ വരെയില്ല മോനെ എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. പിന്നെ അമ്മൂമ്മ എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു, എന്തോന്ന് അപ്പൂപ്പൻ്റെ മരണത്തിന് ശേഷം 4 ദിവസം കഴിഞ്ഞ് എന്തോ കാര്യങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്തോ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞത്, ഈ പിന്നെ തൻവി പവറായി. സഞ്ചാന്യത്തിൻ്റെ അന്ന് പിന്നെ ഇവർ അസ്ഥി ഒഴുക്കാൻ പോകുമ്പോൾ ഞാൻ പോകാമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഞാനും കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിടാനായിട്ടൊരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് സിന്ധു പോയി എൻ്റെ തുണികളിരുന്ന പെട്ടി പോയി തുറന്നിട്ട്, ഇത് എനിക്കിഷ്ടപ്പെട്ട ചുടിദാർ, ഈ ചുടിദാറും ഇവിടെ ഇരിക്കണം, ഇത് എൻ്റെ ചുടിദാർ എനിക്ക് വേണം എന്നും പറഞ്ഞ് അതിലിരുന്ന് ഏറ്റവും നല്ലൊരു ചുടിദാർ അവളങ്ങെടുത്ത്. അവളെപ്പോഴും എനിക്ക് അയ്യേ സുധിയേ, ഇത്രയ്ക്ക് അയ്യോ. അവൾ തന്ന തുണികളെ എനിക്കുള്ള, അല്ലാതെ ഞാൻ ചുടിദാർ തയ്ക്കാറില്ല, എനിക്ക് ചുടിദാർ തയ്ച്ചു തരാനും ആരുമില്ല. ക്ഷമിക്കണം എന്നോട് കേട്ടോ, ഇത് ഞാനല്ല, ശരിക്കുള്ള ഞാനിതല്ല. ഇങ്ങനൊന്നും ഞാൻ റിയാക്ട് ചെയ്യാറില്ല. വല്ലവൻ്റെയും കുടുംബമൊന്നും ഇങ്ങനെ എടുത്ത് നമ്മൾ ചർച്ച ചെയ്യണം താല്പര്യമില്ലായിട്ടല്ല. ദിസ് ഈസ് ദി തന്നിട്ടുള്ളത് തന്നെ. പക്ഷേ എങ്കിലും തന്ന തുണി അവൾ മരിച്ച് 4ൻ്റെ അന്ന് അവൾ ആ തുണിയെ തിരിച്ചെടുത്തുകൊണ്ട് പോയി എൻ്റെ മോള്.
അവൾ തിരിച്ചെടുത്തോണ്ട് പോയി അവൾ ഇടണ്. എനിക്ക് തന്ന തുണി, മക്കളെ നീ എടുക്കല്ലേടാ, നീ തന്നതല്ലേ, നീ എടുക്കല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ കേട്ടില്ല, അവൾ എടുത്തോണ്ട് പോയി. അത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണി ഞാൻ അറിയാതെ കണ്ട് നിങ്ങളെ തുണികളെ കൂട്ടത്തിൽ വെച്ച്. എത്ര നിസ്സാര പ്രശ്നമല്ലേ ഇതൊക്കെ അല്ലേ? ഇതൊക്കെ വലിയ ചർച്ചയാവുമെന്ന് ആലോചിച്ച് നോക്കുക. ഞാനിത് വന്ന് ചർച്ച ചെയ്യുന്നു, നിങ്ങളൊക്കെ ഇരുന്ന് കാണുന്നു. കലികാല വൈഭവം. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണിയാണ്. എന്നിട്ട് അമ്മൂമ്മയ്ക്ക് തേക്കാനുള്ള തുണി എടുത്ത് എന്തൊക്കെ പറഞ്ഞു? ഞാൻ കുറേ തുണികളെല്ലാം കൂടെ വാരി ഒരു കവറിലിട്ട് ഇവിടെ നിന്ന് ഹോം നഴ്സ് പയ്യൻ്റെ കൊടുത്തിട്ട് തേക്കാൻ കൊടുത്തേച്ച് ഒരു തുണി പോലും എനിക്ക് തിരിച്ചു തന്നില്ല. ഞാൻ ആ തുണികൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ തുണികൾ കൊടുത്തത്. ഇപ്പം ഞാൻ തുണി നോക്കുന്ന തുണിയില്ല. എന്നിട്ട് ആ ഹോം നഴ്സ് പയ്യനെ വിളിച്ച് ഞാൻ ചോദിച്ചേടാ മോനെ, അന്ന് ഞാൻ 10-12 ചുടിദാറുകൾ എടുത്ത് തേക്കാൻ തന്നല്ലടാ, ആ ഒരു തുണി ഇവിടെ എത്തിയിട്ടില്ല. ഞാൻ ചിരിക്കാൻ കാരണം എന്താ അറിയോ? H&M പിന്നെ നമ്മളൊരു മാക്സും സ്പ്ലാഷും ഒന്നുമല്ല, അല്ല മാക്സോ മറ്റേ ട്രെൻഡ്സ് ഒന്നുമല്ല, H&M. എന്താ അടുത്ത ഷോപ്പിൻ്റെ പേരെന്തൊക്കെയാ, എന്തൊക്കെയോ വലിയ വലിയ. എനിക്കറിയില്ല എന്നായി. അത് കൊടുത്തിട്ട് ആ തുണി എനിക്ക് തിരിച്ചു കിട്ടിയില്ല. കാരണം അണ്ണാച്ചി തുണി തേച്ചാൽ ഇവരെ വീട്ടിലാണ് കൊടുക്കുന്നത്, സിന്ധുവിൻ്റെ വീട്ടിലാണ് കൊടുക്കുന്നത്. അത് അവരെടുത്തങ്ങ് മാറ്റിക്കളഞ്ഞു. എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എനിക്ക് കൊടുക്കാൻ ഒരു തുണി വാങ്ങിത്തരാൻ ആരുമില്ല. എൻ്റെ തുണി അവൾ വാങ്ങിത്തന്ന തുണിയും ഞാൻ വാങ്ങിച്ചതും. എപ്പോഴും ഞാൻ ഒരിക്കൽ നർമ്മദയിൽ പോയി ഒരു 3-4 തുണി വാങ്ങിച്ചു. ആ തുണി എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം അവളങ്ങ് തിരിച്ചെടുത്ത്. എനിക്ക് ഞാനിപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ ആ തുണി ഇല്ല. അതുകൊണ്ട് നമ്മൾ പോയി അതിനും തുണി എടുക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ പറയട്ടെ, ചത്ത് ഇത് കേട്ടിട്ടേ വന്നിട്ട് പറഞ്ഞ് അമ്മമ്മയ്ക്ക് തുണി ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാം എന്നും പറഞ്ഞ് പോയി. എനിക്കൊരു 5 ചുടിദാറിൻ്റെ തുണി വാങ്ങിച്ച് അവൾ തയ്ക്കാൻ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തുടുക്കാൻ തുണി ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ മോൾ എന്നോട് കാണിച്ചത്. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറയും, ഡാഡി ആ സ്ത്രീ ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയാണ്. ആ സ്ത്രീ അങ്ങ് ചത്താൽ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവയില്ലല്ലേ എന്ന് എപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയടി, ഒരു മോള് പറയാൻ പാടുമോ? നോട്ട് റൈറ്റ്. പ്രായമുള്ളവരല്ലേ, എത്രയാണെങ്കിലും പ്രായമുള്ളവരല്ലേ അല്ലേ? പാചകമാണ് ഇതാണ് എൻ്റെ മോള് പറയണത്. അവൾ എൻ്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല. അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. പിന്നെ അവർ മിണ്ടാതിരുന്നത് എന്തെന്ന് വെച്ചാൽ അവരെ ആശുപത്രി കൊണ്ടുപോയി എടുക്കുകയും ചെയ്യണതുകൊണ്ട് അവർ മിണ്ടാതിരുന്ന്. വീട്ടിൽ ആര് കയറി വന്നാലും അവരോടെയൊക്കെ പറയുമായിരുന്നു. ഈ ഹോം നഴ്സിനെ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളെന്ന് വെച്ചാൽ ഇത്രയും പഞ്ചകിയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവൾ എനിക്കിപ്പോൾ ഈ മരുന്ന് വാങ്ങിത്തരണത് ഞാൻ അവർ കഷ്ടപ്പെട്ട് ഇവരൊന്ന് ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നടക്കില്ലേ? എങ്ങനെ ഇംഗ്ലീഷുകാരായത്? എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അവർ ഊട്ടിയിൽ കുട്ടപ്പേട്ട് പബ്ലിക് സ്കൂളിലാക്കി പഠിപ്പിച്ചതിൻ്റെ പേരിലാണ് അവരിപ്പോൾ ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് പ്രസംഗിച്ചുകൊണ്ട് നടക്കണം. ഇംഗ്ലീഷ് ഞാനൊരു കാര്യം പറയട്ടെ, സോറി കേട്ടോ, ഞാൻ പറഞ്ഞിട്ട് ഓർമ്മയുണ്ട്, മറന്നുപോയി. ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടോ കുറച്ച് ബ്രാൻഡഡ് ഐറ്റംസ് യൂസ് ചെയ്തുകൊണ്ടോ നിങ്ങളത് വരില്ല കേട്ടോ. കുറച്ച് വേറൊരു സാധനമുണ്ട്, വീട്ടിൻ്റെ ഉള്ളിലുള്ളൊരു സംസ്കാരം, ഒരു തറവാടിത്തം. തറവാടിത്തം കുറച്ച് അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. ആരുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ ചെലവിന് ഇപ്പം ആരെങ്കിലും തരുന്നുണ്ടോ? ഇപ്പം മെനിങ്ങാന്ന് എൻ്റെ അനിയത്തിൻ്റെ മോനെ, കാരണം ഞാൻ ഇട്ടേക്കുന്ന പൈസയ്ക്ക് പലിശ കിട്ടുന്നത് എനിക്ക് 18 രൂപ എനിക്ക് കിട്ടും. അറിയാതെ അമ്മ, എനിക്ക് അറിഞ്ഞാൽ അവർ പറയും അവരെയാണെന്ന്. അമ്മക്ക് അറിയാതെ സംസാരിക്കും. 24 രൂപ കൊടുക്കണം, വീട്ടോട് ഒരു ജോലിക്കാരിയെ വയ്ക്കുന്നു. പിന്നെ എനിക്ക് ചെലവില്ലേ, എനിക്ക് മരുന്ന് വേണ്ടേ, അതിനെൻ്റെ പൈസ ഇല്ല. അങ്ങനെ ഞാൻ മെനിങ്ങാന്ന് എൻ്റെ അനിയത്തിൻ്റെ മോനെ വിളിച്ചിട്ട് ഞാൻ അമ്മമ്മയ്ക്ക് കാല് നീട്ടി ഇടാതെ ഒഴിക്കാൻ പോലും പറ്റില്ല, കാല് മൊത്തം നീല. ഇത് കള്ളം പറയേണ്ട ആവശ്യം പോലും ഇല്ല. എൻ്റെ അനിയത്തിൻ്റെ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നീ നിൻ്റെ ചേച്ചിമാരെ വിളിച്ചിട്ട് പറ, മൂത്തമ്മയ്ക്ക് 2 പേരും കൂടെ എന്തെങ്കിലും ഒരു 12 രൂപ എടുത്താലും 2 പേരും കൂടെ ഒരു 20, സിന്ധുവിൻ്റെയും സിമിയുടെയും കൂടെ ഒരു 25 രൂപ അമ്മമ്മയ്ക്ക് തരാൻ പറ മക്കളെ. എങ്കിൽ എനിക്ക് വീട്ടിലൂടെ നിൽക്കണ ഒരു ജോലിക്കാരിയെ വയ്ക്കുകയും മരുന്ന് മേടിക്കുകയും ചെയ്യാൻ മോനെ. അവരൊക്കെ അതൊരു പിച്ചക്കാശ പോലെയല്ലേ ഉള്ളവരുടെ തരാൻ പറ. ഇപ്പോൾ ഒരു 10 മാസം ഒരു 15 രൂപ തരാൻ സിന്ധുവിനെ കൊണ്ട് നടക്കും, സിമിയെ കൊണ്ട് കഴിയും. സിമിയുടെ ഭർത്താവ് ഇന്ന് ജോലി ചെയ്യണം, എൻ്റെ ഭർത്താവാണ് അങ്ങനെ ഒരു ജോലി അവൾക്ക് വാങ്ങി. അമ്മമ്മക്ക് അറിയല്ലേ അമ്മമ്മക്ക് അറിയാതെ പറ, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും അഭിനയാണെന്ന്. എന്നിട്ട് ഞാനിതാ ഇങ്ങനെ ഇരിക്കുന്നു, എനിക്ക് ആരുമില്ലാതെ ഞാൻ ഇരിക്കുന്നു. ഈ വിഷമം കേട്ടാണ് ഞാൻ ഓടി വരുന്നത്. കാരണം എനിക്ക് ഇത്രയും പെട്ടെന്ന്, സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും പെട്ടെന്ന് വരാൻ താല്പര്യമില്ല. എന്താ തോന്നുന്നറിയോ? ഇത്രയേ ചെയ്തുള്ളൂ, അതിനാണ് ഇവന്മാരിങ്ങനെ കിലുക്കത്തിൽ രേവതി പറഞ്ഞത്. ഇത്രയേ ഉണ്ടായുള്ളൂ, അതിനാണ് ഇവന്മാരിങ്ങനെ കിടന്ന് പറയണല്ലേ. ഇത് മതി, ഇത്രയും മതി. ഒരുപാട് നന്ദി മേഴ്സി, എന്താ പറയുക, നന്ദി പ്രിൻസി, നന്ദി. ഇപ്പോഴും നടു സീനാണ്. അപ്പോൾ ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് ഞാൻ 1-ാം തീയതി പോകുന്നുണ്ട്. എനിക്ക് അത്രയ്ക്കും വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പോകാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമ്മൂമ്മ ഇങ്ങനെ കിടന്ന് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് ഓടി വന്നത്. എനിക്ക് ഈ ജൂൺ സമയത്ത് വരാൻ സത്യം പറഞ്ഞാൽ ഒരു ജൂലൈ പകുതിയൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ ഹോളിഡേന് വരായിരുന്നത്. കാരണം ലീൻ്റെ സ്കൂൾ നഷ്ടപ്പെടുത്തി എനിക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഇവനാണെങ്കിൽ ലാംഗ്വേജും പ്രശ്നമാണ്, ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുള്ളൂ. ഇപ്പോൾ കുറച്ച് മലയാളം കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഇവനെ ഇൻ്റർനാഷണൽ സ്കൂളിൽ ചേർത്തുക.
മതി, നിർത്തി, ഇനി ഒന്നും പറയാനില്ല. എന്തെങ്കിലുമൊക്കെ അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ പറയൂ. നിങ്ങൾ ഇതുകൊണ്ടൊന്നും നിർത്തരുത് എന്നാണ് എൻ്റെ ഒരു ഇത്. സീരിയസ്ലി അഹാന, യു ഷുഡ് കം അപ്പ് വിത്ത് അനദർ വീഡിയോ ഇൻ യുവർ സ്റ്റൈൽ. വരണം. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ദുഃഖാർത്ഥരായിട്ടുള്ള പ്രേക്ഷകർ കാത്തിരിക്കുന്നു. നിങ്ങൾ വരൂ. ഡിലീറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും വീഡിയോ ചെയ്ത് വരൂ. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഓരോ ആഴ്ചയിലും ഓരോ വീഡിയോ ഡിലീറ്റ് ചെയ്യണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച മുതൽ ഡെയിലി ഉണ്ടായിരിക്കും. നല്ല ബെസ്റ്റ് ഫാമിലി. സീരിയസ്ലി ടോക്കിംഗ്, ദിസ് ഇസ് വാട്ട് ഐ ഷുഡ് സേ. നല്ല ബെസ്റ്റ് ഫാമിലി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? 35 മിനിറ്റോ? ഓ മൈ ഗോഡ്, 35 മിനിറ്റ്സ് ഓഫ് ദി ഫാമിലി ടോക്സ്. അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. നിങ്ങൾ ഇവർ വലിയ വലിയ കുടുംബവും വലിയ മഹിമയും. മൈ ഗോഡ്.